Hi guys, welcome to my new vlog. So today is Sunday 4:30 കേട്ടോ. വൈകിട്ട് 4:30ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ എവിടേക്കാണ് പോകണേന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ പുള്ളിൽ പോവാണ്. പുള്ളെന്ന് പറഞ്ഞ സ്ഥലം അറിയില്ലേ, മഞ്ജു വാര്യരുടെ സ്ഥലം. അപ്പോൾ അവിടേക്ക് പോവാണ്, ചുമ്മാ വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഇന്ന് വീഡിയോയിലുള്ളത്. അപ്പോൾ ഒരു കുട്ടി വ്ളോഗായിരിക്കും. പിന്നെ തിരിച്ചു വരുമ്പോൾ പെരുന്നാൾ ഇവിടെ നല്ല തിരക്കാണെങ്കിൽ പോവില്ല, അതല്ല പറ്റുവാണെങ്കിൽ ഞാൻ നോക്കാം, ഷൂട്ട് ചെയ്ത് എടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടല്ലേ. ഫുള്ളാണോ ഈ ഭാഗം? അല്ലല്ലോ, അതെനിക്കറിയില്ലേ. എന്നോട് പക്ഷെ രസമുണ്ടല്ലോ ഈ ഭാഗം. അങ്ങോട്ട് പോകേണ്ടി വരുമായിരിക്കും. ഗൈസ്, അപ്പോൾ ഞങ്ങൾ പുള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണേ. ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ, നല്ല തിരക്കാണ്. വഴി നീളെ വണ്ടികൾ, ഫുൾ തിരക്കാണ്. ഇപ്പോൾ ഒരു മുടക്ക് കിട്ടിയാലും എല്ലാവരും ഇങ്ങനെ യാത്ര ചെയ്യില്ലല്ലേ, എല്ലാവരും എവിടേക്കെങ്കിലും പോവുക അങ്ങനെയൊക്കെയാണല്ലോ. സോ ഗായ്സ്, ഞങ്ങൾ പുള്ളിയിലെത്തി. ഇതാ അവിടെ നല്ല തിരക്കാണ് ഗായ്സ്, നല്ല തിരക്കാണ്. സോ ക്യാൻ സീ ദിസ്, ഫുൾ വണ്ടികളാണ്. അങ്ങനെ ഞങ്ങൾ പുള്ളിയിലെത്തിയപ്പോൾ നല്ല തിരക്ക്. റോഡിൻ്റെ രണ്ട് സൈഡിലും വണ്ടികളും ആളുകളും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. ഒന്നാമത് സൺഡേ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോൾ നല്ലൊരു ഈവനിങ് വൈബായിരുന്നു. കാരണം എന്താ പറയുക, ഇതുപോലെ പുഴ, അതുപോലെ തന്നെ ചെറിയ ചെറിയ തട്ടുകടകൾ, മീൻ ഒരു സൈഡിൽ വിൽക്കാനുണ്ട്, പിന്നെ ഐസ്ക്രീം വണ്ടികൾ, പിന്നെ കയാക്കിങ്, അങ്ങനെ നല്ലൊരു അടിപൊളിയായിരുന്നേ. പറയണില്ലേ, ഞാനിപ്പോ അത് നോക്കിയിരിക്കാം. അതില് അങ്ങനെ ചെയ്തോണ്ട് കൈകൾ ഇത് ഇനി തിരിക്കണില്ല സാഡ്. നമ്മളെന്തിനാ അവിടെ ശരിക്കും വന്നേക്കണം? ജസ്റ്റ് ഫോർ ചില്ലി ഈവനിങ്, to get an evening vibe. Tofu. You're taking? Yeah, I am taking. Which mode? Cinematic, I think so. Okay. Yes, in cinematic. Oh. Hi guys, we're having a chai in full. Having a chai. What is this? You got any beer? Tea. Chai kada. Tea shop. Tattukada. This is a tattukada. Rekas tattukada. Small cut. Yeah, this is small cut. അങ്ങനെ ഞങ്ങൾ അവിടെ ഉള്ളൊരു തട്ടുകടയിൽ നിന്ന് നമ്മൾ എന്താ പറയുക, ഒരു കൊത്തു പൊറോട്ട ഓർഡർ ചെയ്തു. പിന്നെ ഞാനൊരു ഓംലെറ്റും അതുപോലെ തന്നെ പൊറോട്ടയും ഇങ്ങനെ റോൾ ചെയ്തത് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ കയാക്കിങ് പിന്നെ എന്താ കൊട്ടവഞ്ചി അങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു എന്താ പറയുക, സൺസെറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പം ഞാനവിടെ ഇങ്ങനെ വെറുതെ ചുമ്മാ ഈ ഇത് റെഡി ആവുന്നത് വരെ ഞാനിങ്ങനെ ചുമ്മാ എല്ലാ ഭാഗത്തുനിന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു. പക്ഷെ നല്ല രസം കേട്ടോ, ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ
പറ്റിയൊരു സംഭവമാണ് ഈ പുള്ള്. എങ്ങനെയുണ്ട് കൊത്തു പൊറോട്ട? അടിപൊളിയാ. നല്ലൊരു സീക്രട്ട് പ്ലേസ് പോലെയല്ലേ? നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ പാടം നോക്കി ഭക്ഷണം കഴിക്കാം. മുകളിൽ പിന്നെ ഇത് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പക്ഷികൾ എന്തെങ്കിലും ഉണ്ടായ. ഞാൻ കൊത്തു പൊറോട്ട കഴിച്ചിട്ടുണ്ട്. ഇത് രണ്ടുപേരും കൂടി നന്നായിട്ട് കഴിക്കുന്നു. ഞാൻ ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ട്രൈ ചെയ്യട്ടെ. എനിക്ക് കുറച്ചുകൂടി സ്പൈസി വേണം. പിന്നെ ഈ എഗ്ഗ് എനിക്കിഷ്ടമല്ല ഇങ്ങനെ കൊത്തിപ്പൊരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല അടിപൊളി. എരിവുണ്ട്, എരിവൊക്കെ ഇട്ട് ഇല്ലായില്ല, പക്ഷെ കുറച്ചുകൂടി സ്പൈസി ആവും. ശരിക്കും തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല സ്പൈസി ആയിട്ടുള്ള രസം. രണ്ടുപേരും കൂടി തന്നെ കഴിക്കും. അങ്ങനെ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ കുറേ നേരം നമ്മൾ പുള്ളിയിൽ സ്പെൻഡ് ചെയ്തു. അപ്പോൾ വൈകുന്തോറും ആളുകൾ ഇങ്ങനെ കൂടി വരികയായിരുന്നു കേട്ടോ. നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട്. ഇത് ചെറുതായിട്ടൊരു മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഒരു ഒരു ഈവനിങ് ഒക്കെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് പുള്ള്. നമ്മൾ എന്താ പറയുക, പെട്ടെന്നാണ് ഒരു തീരുമാനം എടുത്ത് അങ്ങനെ പോയത്. ഇത് കണ്ടോ, നല്ല രസമല്ലേ? നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ പാടം നിരന്നിങ്ങനെ കിടക്കാം. നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഒരു അറ്റം കണ്ടുപിടിക്കാൻ പറ്റില്ല, അങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഞങ്ങൾ പുള്ളിയിൽ നിന്ന് തിരിച്ച് പോവാണേ വീട്ടിലേക്ക്. പ്രാണി രാത്രി ഇപ്പം ഭയങ്കര പ്രാണി ഇങ്ങനെ വരുന്നുണ്ട്. വേഗം വണ്ടിയിൽ കയറിക്കോ. Come on, we can go. അയ്യോ പ്രാണി, അയ്യോ പ്രാണി. അങ്ങനെ ഞങ്ങൾ പുള്ളിയിൽ നിന്ന് നേരെ പോയത് പള്ളിപ്പെരുന്നാൾ കാണാനായിരുന്നു. അപ്പോൾ പള്ളിപ്പെരുന്നാളിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ഇതിൽ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ പിന്നെന്താ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye bye.